ജൂൺ 15 ശനിയാഴ്ച. മത്തായി 5:33 മുതൽ 37 വരെ വാക്യങ്ങൾ. ഈ ദിവസങ്ങളിൽ ആരെങ്കിലും കേരളത്തിൽ വരുന്നുണ്ടോ എന്ന് ബാംഗ്ലൂരിലെ ചില സിസ്റ്റേഴ്സിനോട് ചോദിക്കാൻ ഒരു സുഹൃത്ത് എന്നോട് ആവശ്യപ്പെട്ടു. ബാംഗ്ലൂരിൽ നിന്ന് എന്തോ അവർക്ക് കൊണ്ടുവരാനുണ്ട്. ആ സുഹൃത്ത് നിർബന്ധപൂർവം എന്നോടത് ആവശ്യപ്പെട്ടപ്പോൾ ആരോടും ചോദിക്കാൻ പോകുന്നില്ല എന്ന് ഞാൻ മനസ്സിൽ തീരുമാനിച്ചു. പക്ഷേ അവർ വീണ്ടും വീണ്ടും എന്നോട് അഭ്യർത്ഥിച്ചപ്പോൾ ശരി, ഞാൻ ചോദിക്കാമെന്ന് അവരോട് പറഞ്ഞു. ചോദിക്കാൻ പോകുന്നില്ലെന്ന് നന്നായി അറിഞ്ഞുകൊണ്ട് തന്നെ. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയാനും നമ്മൾ പറയുന്നതിനെ അർത്ഥമാക്കാനും യേശു നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. നാം എങ്ങനെയാണോ അങ്ങനെ ആയിരിക്കണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ കള്ളസത്യം ചെയ്യരുത്. തങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ പിന്തുടരാനും യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു. പലപ്പോഴും ഇത് പറയുന്നത് പോലെ എളുപ്പമല്ല. നമ്മുടെ ജീവിതത്തിലെ ആളുകളുമായി മാത്രമല്ല, യേശുവുമായുള്ള നമ്മുടെ ബന്ധത്തിലും നാം ഇത് ചെയ്യേണ്ടതുണ്ട്. എല്ലായ്പ്പോഴും നമ്മുടെ അതെ എന്ന വാക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നത് അല്ല. സത്യസന്ധമായി ഇല്ല എന്ന് പറയാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ ഒരാളോട് അതെ എന്ന് പറഞ്ഞ് പെട്ടെന്ന് അയാളെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഞാൻ ഈ അടുത്തിടെ ചെയ്തതുപോലെ നിങ്ങൾ ആരോടെങ്കിലും അതെ എന്ന് പറയുകയാണെങ്കിൽ സാധാരണയായി നിങ്ങൾ ചെയ്യുമെന്ന് വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ പാലിക്കാറുണ്ടോ? നമ്മൾ ആരോടെങ്കിലും അതെ എന്ന് പറയുമ്പോൾ അത് പൂർണ്ണ ഹൃദയത്തോടെ അതെ എന്നാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ സാധിക്കുമെങ്കിൽ എന്ന ഒരു സൂചന അതിലുണ്ടോ? ചെറിയ കാര്യങ്ങളിൽ പോലും നാം സത്യസന്ധതയുള്ളവരായിരിക്കണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. ചില സമയങ്ങളിൽ ചെറിയ കാര്യങ്ങൾ നിസ്സാരമായി തോന്നിയേക്കാം. എന്നിരുന്നാലും നമ്മൾ ചെറിയ കാര്യങ്ങൾ പിന്തുടരുമ്പോൾ നമ്മുടെ ബന്ധങ്ങളിൽ വിശ്വാസം വളരുകയും അത് ആഴത്തിലാവുകയും ചെയ്യുന്നു. നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയെയും നമ്മളിൽ ഭൂരിഭാഗവും സ്വയമേവ വിശ്വസിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. മറ്റൊരാളെ വിശ്വസിക്കാൻ സമയമെടുക്കും. ഒരർത്ഥത്തിൽ നമ്മൾ വിശ്വാസയോഗ്യരാണെന്ന് നാം തെളിയിക്കണം. ഒരു വ്യക്തി അവർ ചെയ്യുന്ന കാര്യങ്ങൾ പിന്തുടരുകയാണെങ്കിൽ നമ്മൾ അവരെ വിശ്വസിക്കാൻ തുടങ്ങും. വിശ്വാസം ഒരു വലിയ ദാനമാണ്, കൊടുക്കുന്നവർക്കും സ്വീകരിക്കുന്നവർക്കും. വ്യക്തികൾ പരസ്പരം അറിയുമ്പോൾ വളരുന്ന ഒരു ദാനമാണ് വിശ്വാസം. ഇന്ന് സ്വയം ചോദിക്കാം, എൻ്റെ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണ്? ഏറ്റവും ആഴത്തിൽ വിശ്വസിക്കുന്ന വ്യക്തി ആരാണ്? ഇനി സ്വയം ചോദിക്കാം, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ദൈവത്തിലുള്ള എൻ്റെ ആശ്രയം എന്തുമാത്രം ആഴത്തിലുള്ളതാണ്.
പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ കണ്ടുമുട്ടുന്ന എല്ലാവർക്കും സ്നേഹത്തിൻ്റെ സമ്മാനം ബോധപൂർവം നൽകാം. അതൊരു പുഞ്ചിരി പോലെ ലളിതമായിരിക്കാം, ഒരു അഭിനന്ദനമാകാം, അല്ലെങ്കിൽ അവരെ നമ്മൾ ശ്രദ്ധിക്കുന്നു എന്നതാകാം. അതുപോലെ നിങ്ങൾക്ക് ദൈവസ്നേഹം സമ്മാനിക്കുന്ന വ്യക്തികളെ ഓർക്കുക. അത് എത്ര ചെറുതായാലും അതൊരു വലിയ സമ്മാനം തന്നെയാണ്. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.